ഞാൻ ഇന്നലെ വാട്സപ്പിലെ ഒരു കൂട്ടരുടെ വിമർശനം കണ്ടു. നമ്മുടെ മക്കളൊക്കെ ലിബറലിസത്തിലേക്ക് പോവുകയാണ്, യുക്തിവാദത്തിലേക്ക് പോവുകയാണ്, മതം വിട്ടു പോവുകയാണ്. അപ്പോഴാണ് അതേപോലെ കള്ളുകുടിയന്മാരും മയക്കുമരുന്നിന്റെ ആളുകളൊക്കെ ആയിട്ട് പോവുകയാണ്. അപ്പോഴാണ് നിങ്ങൾ ഇപ്പോഴും തറാവീന്റെ റക്അത്തിന്റെ എണ്ണം ഖുത്ബയുടെ ഭാഷ ആദർശം പറഞ്ഞ് നടക്കുക. ലോകം തിരിയാത്ത സമസ്തക്കാരെ കോടികൾ ചെലവഴിച്ചിട്ട് ഇപ്പൊ തറാവീന്റെ റക്അത്തിന്റെ എണ്ണം ശരിയാക്കല പങ്ങളെ ബേജാറ്. ഇവിടെ നമ്മുടെ മക്കൾ മതം വിട്ടു പോവുക, മയക്കുമരുന്നിന് അടിമകളാവുക. ഇങ്ങനെയൊക്കെ ചില പൊട്ടീസ് കാണിച്ച് സമസ്തയുടെ സമ്മേളനത്തെ ചെറുതാക്കി കാണിക്കാമെന്ന് ആരും കരുതണ്ട. ഞങ്ങളൊരു കാര്യം പറയട്ടെ, 10,313 ദാഴികൾ, 313 അവരുടെ ലീഡർമാരാണ്. 10,000 ദാഴിമാരും അവരുടെ ലീഡർമാരായ 313 ആളുകളും. ആ ദാഴിമാരെ ഈ ഉമ്മത്തിലേക്ക് പരിശീലിപ്പിച്ച് അയക്കാൻ പോകുന്നത് നിങ്ങളെക്കാൾ അകക്കണ്ണുകൊണ്ട് ദീർഘദൃഷ്ടി കൊണ്ട് സമസ്ത ഇത് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇവിടെ നടക്കുന്ന മയക്കുമരുന്നും മധുരാക്ഷിയും നമ്മുടെ മക്കൾ മതം വിട്ടുപോകുന്നതും ലിബറലിസത്തിലേക്ക് പോകുന്നതും യുക്തിവാദത്തിലേക്ക് പോകുന്നതും അതൊക്കെ സമസ്തക്കറിയാം. ആ മക്കളെ നേരായ വഴിയിലേക്ക് കൊണ്ടുവരാൻ കേവലം പ്രഭാഷണങ്ങളെ കൊണ്ട് മാത്രം, സമ്മേളനങ്ങളെ കൊണ്ട് മാത്രം, മദ്രസ പഠനം കൊണ്ട് മാത്രം കഴിയില്ല. പുതിയ കാലഘട്ടത്തില് ഈ സമൂഹത്തെ, സമുദായത്തെ നേരായ മാർഗത്തിലേക്ക് പരിശീലിപ്പിച്ചെടുത്ത 10,313 ദായിമാരെ പറഞ്ഞു വിടുന്നത്, സമസ്ത പരിശീലനം നടത്തുന്നത്, ഇനി സമ്മേളനം കഴിഞ്ഞാലും അവരെ ഈ ഉമ്മത്തിന് വേണ്ടി സമർപ്പിക്കുന്നത്, ഇതൊക്കെ നിങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കുന്നതിനേക്കാൾ മുൻകൂട്ടി സമസ്തയുടെ മുശാവറ മനസ്സിലാക്കി തീരുമാനിച്ചതാണ്. സമസ്തയെ നിങ്ങൾ ആരും പഠിപ്പിക്കണ്ട, അതൊരു വെല്ലുവിളിയല്ല. ഇത് നിഷ്കളങ്കരായ ഉസ്താദുമാരാ. എല്ലാ ലോകവും സമസ്തക്ക് തിരിയും. വരാൻ പോകുന്ന കാലം എന്താണെന്ന് സമസ്തക്കറിയാം. അതിനനുസരിച്ച സമസ്തയുടെ പ്രവർത്തനങ്ങൾ ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് ഈ പ്രസ്ഥാനത്തെ, ഈ പ്രസ്ഥാനത്തിന്റെ നായകന്മാരെ ഉമ്മത്ത് ഏറ്റെടുത്തു എന്ന് ബോധ്യപ്പെട്ട് അതിന്റെ സായുജ്യത്തിലാണ് നമ്മൾ ഈ ബെല്ലാറയിലെ സമ്മേളനം നടത്തുന്നത്. കന്യാകുമാരിയിൽ നിന്ന് സയ്യിദുൽ ഉലമ പുറപ്പെട്ടപ്പോ പല ആളുകളും കളിയാക്കി, പല ആളുകളും കൊച്ചാക്കി, പല ആളുകളും ചെറുതാക്കി. പക്ഷേ 18 കേന്ദ്രങ്ങൾ പിന്നിട്ട് 19ാമത്തെ കേന്ദ്രമായി മംഗലാപുരത്ത് ഒരു മഹാസമ്മേളനത്തോടുകൂടെ അത് സമാപിച്ചപ്പോ കാണേണ്ടവരൊക്കെ കണ്ടു, കേൾക്കേണ്ടവരൊക്കെ കേട്ടു, കണ്ണു തുറക്കേണ്ടവരൊക്കെ കണ്ണു തുറന്നു, മനസ്സ് തുറക്കേണ്ടവരൊക്കെ മനസ്സ് തുറന്നു. ഇനിയും അസൂയമൂത്ത് കുത്തിത്തിരിപ്പുമായി സമസ്തക്കെതിരെ വന്നാൽ ഞങ്ങൾ വെല്ലുവിളിയൊന്നും നടത്തുന്നില്ല. ഇൻഷാ അല്ലാഹ് നിങ്ങളെ സ്നേഹത്തോടെ പ്രതികൂലികളെയും എതിർക്കുന്നവരെയും സംശയാലുക്കളെയും ഒരു മഹാത്ഭുതം കാണാൻ കുടിയയിലേക്ക് ക്ഷണിക്കാനാണ് ഈ സമ്മേളനവും നടത്തുന്നത്. ഇപ്പൊ ഏറ്റവും പുതിയതായി മുജാഹിദ് മാലുശ്ശേരി എന്ന് പറയുന്ന വഹാബി, അയാൾ പറഞ്ഞത് എന്താണ്? സമസ്തക്കാരെ കുറിച്ച് ലോകത്ത് കഴിഞ്ഞു പോയ എല്ലാ മുശ്രിക്കുകളും, എല്ലാ കുഫാറും ഇതുവരെ പറഞ്ഞിരുന്നത് മക്കാ മുശ്രിക്കുകളെക്കാൾ വലിയ മുശ്രിക്കുകൾ എന്നാണ്. ഇപ്പൊ പുതിയ വാദം എന്താണ്? എല്ലാ നബിമാരുടെ കാലഘട്ടത്തില്, നൂഹ് നബിയുടെ കാലത്ത്, മൂസാ നബിയുടെ കാലഘട്ടത്തില്, ഈസാ നബിയുടെ കാലഘട്ടത്തില്, ഇബ്രാഹിം നബിയുടെ കാലഘട്ടത്തില് കഴിഞ്ഞു പോയ എല്ലാ ശിർക്ക്, എല്ലാ കുഫ്ർ, അതെല്ലാം ഒരുമിച്ച് കൂടിയാലും അതിനേക്കാൾ വലിയ മുശ്രിക്കുകളാണ് സമസ്തക്കാർ. അതിന് ആയിരക്കണക്കിന് തെളിവ് തരാം എന്നാണ് വഹാബി പുരോഹിതന്റെ വാദം. അതിനെന്താ കാരണം എന്നറിയോ? ഈ സാധുക്കള് ശിർക്ക് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കിയത് എന്താ? ഒരു മുജാഹിദ് മൗലവി അടുത്ത് പ്രസംഗിച്ചത് ശിർക്ക് തുടങ്ങിയത് ഷിയാക്കളാണ്. അവിടെ നിന്നാണ് നമുക്കിതിന്റെ ആണിവേര് മനസ്സിലാക്കാൻ കഴിയുക. ശിർക്ക് തുടങ്ങിയത് ഷിയാക്കളാണ്. ഷിയാക്കൾക്ക് മുമ്പ് ശിർക്കില്ല എന്നല്ല അതിന്റെ അർത്ഥം. ലോകത്ത് ശിർക്ക് തുടങ്ങിയത് ഷിയാക്കളാണ്. അപ്പൊ റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിൽ ശിർക്കില്ലേ വഹാബി? മുത്തനബിയുടെ കാലഘട്ടത്തിൽ കഅബാലയത്തിന്റെ ഉള്ളിൽ 360 വിഗ്രഹങ്ങൾ കൊണ്ടുവന്നത് അത് ശിർക്കായിരുന്നില്ലേ? നിങ്ങൾ പറയുന്ന ശിർക്ക്, നിങ്ങൾ പറയുന്ന ശിർക്ക് എന്താ? മഹാന്മാരുടെ ഖബർ കെട്ടിപ്പൊക്കുന്നത്, അവരെ സിയാറത്ത് ചെയ്യുന്നത്, നബിദിനം ആഘോഷിക്കുന്നത്, അതോടൊപ്പം തന്നെ തവസ്സുൽ, ഇസ്തിഗാസ,
സ്വലാത്ത് ചൊല്ലുന്നത്, മൗലിദ് ഓതുന്നത്, മദ്ഹ് പാടുന്നത്, തങ്ങന്മാരെ ബഹുമാനിക്കുന്നത്, മഹാത്മാക്കളെ ആദരിക്കുന്നത്, ഇതൊക്കെയാണ് ശിർക്ക് എന്ന് നിങ്ങൾ വാദിക്കുന്നു. നിങ്ങളുടെ വാദപ്രകാരം, നിങ്ങളുടെ ഗവേഷണ പ്രകാരം നിങ്ങൾ പറയുന്നു അതൊക്കെ ആദ്യം തുടങ്ങിയത് ഷിയാക്കളാണ് എന്ന്. അവിടെയാണ് അബദ്ധം പറ്റിപ്പോയത്. ശിർക്ക് എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ഇന്ത്യ ലോകത്ത് ഏറ്റവും കൂടുതൽ ശിർക്ക് നടക്കുന്ന ഒരു നാടല്ലേ ഇന്ത്യ? ഗവേഷണം നടത്തിയ മറ്റു പല രാജ്യങ്ങളെക്കാൾ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ശിർക്ക്, ഒറിജിനൽ ശിർക്ക് നടക്കുന്ന നാടാ ഇന്ത്യ. ഈ ഇന്ത്യ രാജ്യത്ത് യഥാർത്ഥ മുശ്രിക്കുകളോട് വാതുറക്കാൻ, യഥാർത്ഥ മുശ്രിക്കുകളുടെ ശിർക്ക് ഇല്ലാതാക്കാൻ, യഥാർത്ഥ മുശ്രിക്കുകളുടെ ശിർക്കിനെതിരെ പോരാടാൻ, യഥാർത്ഥ ശിർക്കിനെതിരെ പേനയുണ്ടാൻ ഈ അൽമനാറിന്, ഈ വിചിന്തനത്തിന്, ഈ ഇസ്ലാഹിന്, KNM-ന്, വിസ്ഡം ഗ്രൂപ്പിന്, മർക്കസ് ദഅവക്ക്, ഈ മുജാഹിദ് ബാലുശ്ശേരിക്ക്, ഹുസൈൻ സലഫിക്ക്, ഈ വഹാബി പുരോഹിതന്മാർക്ക് നാവ് പൊന്താത്തത് എന്തുകൊണ്ടാണ്? നാട്ടിക ഉസ്താദിന്റെ ഭാഷയിൽ പറഞ്ഞ കളി അങ്ങോട്ട് പടിയും. അതുകൊണ്ട് തന്നെ ഇന്ത്യയാണ്. മറ്റുള്ള മതവിഭാഗങ്ങൾക്കെതിരെ തിരിഞ്ഞാൽ ആപ്പീസ് പൂട്ടേണ്ടി വരും. അതുകൊണ്ട് ഞങ്ങളുടെ മേലൊക്കെ കുതിര കയറാം. സമസ്തക്ക് നേരെ ലോകത്തുള്ള സകല ശിർക്കും കുഫറും ആരോപിച്ച് ഈ മുജാഹിദ് ബാലുശ്ശേരിയാണ് പറഞ്ഞത്. ഈ മനോഹരമായ ജുമുഅത്ത് പള്ളി ഇവിടെ ഇന്ന് രാവിലെ സുബഹി നിസ്കരിക്കുമ്പോ സുന്നി പള്ളികളിൽ, ഷാഫി മദ്ഹബ് അടിസ്ഥാനത്തിലുള്ള പള്ളികളിൽ ഖുനൂത്ത് ഓതാറുണ്ട്, നിസ്കാരത്തിന് ശേഷം കൂട്ടപ്രാർത്ഥന നടത്താറുണ്ട്. ഈ രണ്ട് കാര്യത്തെക്കുറിച്ച് പറഞ്ഞതെന്താ? സാധാരണക്കാരായ നമ്മൾ ചിന്തിക്കണം. ഇയാൾ പ്രസംഗിക്കുന്നത് വ്യഭിചാരത്തെക്കാൾ വലിയ രണ്ട് തിന്മ, കള്ളുകുടിയേക്കാൾ വലിയ രണ്ട് തിന്മ, കൊലപാതകത്തെക്കാൾ വലിയ രണ്ട് തിന്മ. ചിന്തിക്കണ എന്ത്? സുബൈക്ക് ഖുനൂത്ത് ഓതുന്നത് അല്ലാഹുമ്മ ഹ്ദിനാ ഫീമൻ ഹദൈത്. ഉളൂഹോടുകൂടെ മുഅ്മിനീങ്ങൾ സുബൈക്ക് പള്ളിയിൽ കയറി ഇമാമ് ഖുനൂത്ത് ഓതുമ്പോൾ അതിന് ആമീൻ ചൊല്ലുന്നതിനെ കുറിച്ച് ഇത് വ്യഭിചാരത്തെക്കാൾ വലിയ തിന്മ എന്ന് പറഞ്ഞാൽ, നിസ്കാരത്തിന് ശേഷം 5 വഖത്ത് നിസ്കരിച്ച് കൂട്ടപ്രാർത്ഥന നടത്തുന്നത് കള്ളുകുടിയേക്കാൾ വലിയ തിന്മ എന്ന് പറഞ്ഞാൽ എന്താണ് ഇവരെ കുറിച്ച് നമ്മൾ പറയേണ്ടത്? ഇവിടെ വൈകാരികമായി നമ്മൾ പ്രതികരിക്കുമ്പോ അത് സമസ്തക്കാരുടെ ആവേശമാണ്. ഇതാണ് സമസ്തക്കാരുടെ ആദർശം പറയൽ. നിങ്ങളിവിടെ കക്ഷി വഴക്കുകൾ ഉണ്ടാക്കുകയാണ്. നിങ്ങളിവിടെ ഈ പുതിയ കാലഘട്ടത്തിൽ മുസ്ലിങ്ങളൊക്കെ ഒറ്റക്കെട്ടായി നിൽക്കേണ്ട കാലഘട്ടത്തിൽ നിങ്ങൾ ആദർശം പറഞ്ഞ് പല ചേരികൾ വിഘടിച്ചു നിൽക്കുകയാണ് എന്ന് പറയുന്ന സാധാരണക്കാർ ചിന്തിക്കണം. നമ്മൾ ഇത് പ്രതികരിക്കണ്ടേ? നമ്മൾ ഈ ചെയ്യുന്ന പുണ്യകർമ്മങ്ങളെ കുറിച്ചാണ് പറയുന്നത്. കൊലപാതകത്തെക്കാൾ വ്യഭിചാരത്തെക്കാൾ വലിയ തിന്മ എന്ന്. നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ പുണ്യമായ അമലുകളെ കുറിച്ച്, ഇബാദത്തുകളെ കുറിച്ച് ഞാൻ കൂടുതൽ നീട്ടിപ്പറഞ്ഞ് നിങ്ങളെ പ്രയാസപ്പെടുത്തുകയല്ല. നമ്മൾ എന്തിനാ ഖുനൂത്ത് ഓതുന്നത്? നമ്മൾ എന്തിനാ നിസ്കാരത്തിന് ശേഷം ദുആ നടത്തുന്നത്? ഖുർആനിൽ വന്ന ദുആ, ഹദീസിൽ വന്ന ദുആ, മഹാന്മാര് പഠിപ്പിച്ച പ്രാർത്ഥനകൾ, അതിന്റെയൊക്കെ ഗുണം അനുഭവിക്കുന്നവരല്ലേ നമ്മൾ. ഈ വഹാബികളും മൗദൂദികളും ഒരു കാര്യം മനസ്സിലാക്കണം. ഞങ്ങളൊക്കെ പലയിടത്തും ചെല്ലുമ്പോ സമസ്ത പറയണം എന്ന് പറയും ആളുകൾ, സംഘാടകര്. എന്താ സമസ്ത പറയണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിച്ചത്? അവര് പറയും കണ്ണിയത്ത് ഉസ്താദിന്റെ വഫാത്ത് പറയണം, ശംസുൽ ഉലമയെ കുറിച്ച് പറയണം, മഹാന്മാരെങ്ങനെയാണ് വഫാത്തായി പോയത് അത് പറയണം. നമുക്ക് പറയാനില്ലേ ഒരുപാട് മഹാന്മാരെ കുറിച്ച്, ഔലിയാക്കളെ കുറിച്ച്? അവരല്ലേ നമ്മുടെ നേതാക്കൾ. എന്നാൽ എന്തേ വഹാബികളെ നിങ്ങൾക്ക് പറയാൻ കഴിയാതെ പോകുന്നത്? ഞങ്ങളുടെ നേതാവ് ദാ ഇന്ന നേതാവ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലിയിട്ടാണ് മരിച്ചത്. നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? യൂട്യൂബിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുന്നുണ്ടോ? വഹാബി പ്രഭാഷണം, ഇസ്ലാഹി പ്രഭാഷണം, മുജാഹിദ് വിശദീകരണം, മുജാഹിദ് സമ്മേളനം, പലതും ഉണ്ടാവും യൂട്യൂബില്. പല മൗലവിമാരുടെ പ്രസംഗം. ഒരൊറ്റ പ്രഭാഷണത്തിന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഞങ്ങൾ ഇതാ ഇന്ന ഇന്ന നേതാക്കൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി മരിച്ചു, പുഞ്ചിരിച്ചു മരിച്ചു, ഇന്ന ദിവസം നല്ല രാവ് നല്ല രൂപത്തിൽ ഉളൂഹോടുകൂടെ മരണപ്പെട്ടു. എന്നാലോ സമസ്തക്കാർക്ക് പറയാനുള്ളത് ഓരോ മഹാന്മാരെ കുറിച്ചും അവരുടെ മനോഹരമായ യാത്രയെ കുറിച്ച്. ആരാ ഇവര്? മൗലിദ് ഓതിയവര്, ദിക്ർ ചൊല്ലിയവര്, ഖുർആൻ ഓതിയവര്, ഖത്തം തീർത്തവര്,
മാല പാടിയവര്, കുത്തുബിയത്ത് ചൊല്ലിയവര്, മൗലിദ് ഉണ്ടാക്കിയവര്, ഇവരൊക്കെ എങ്ങനെ മരിച്ചു? അവിടെയാണ് വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. ഇതാണ് സത്യപ്രസ്ഥാനം എന്നതിന്റെ തെളിവ്. ഈ വഹാബിസവും മൗദൂദിസവും അവർക്ക് ചില യുക്തിവാദം ബാധിച്ചുപോയി. ദീനിനെ അവരുടെ യുക്തിയുടെ ബുദ്ധിയുടെ മൂശയിലിട്ട് അവർ വട്ടം കറക്കിയപ്പോ അവർക്ക് മഹാന്മാരെ വലിച്ചെറിയേണ്ടി വന്നു. അവിടെയാണ് അബദ്ധം പറ്റിപ്പോയത്. നിങ്ങൾ തിരിച്ചു വരണം. ആദർശവിശുദ്ധി നൂറ്റാണ്ടുകളിലൂടെ എന്ന് പറയുമ്പോ 14 നൂറ്റാണ്ടു കാലഘട്ടത്തിലെ മഹാന്മാരുടെ പാരമ്പര്യത്തിലേക്കാണ് സമസ്ത നിങ്ങളെ വിളിക്കുന്നത്, ക്ഷണിക്കുന്നത്. എങ്ങനെയാണ് സമസ്തയുടെ വഴി? സമസ്തയുടെ വഴി നമ്മൾ മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞല്ലോ, മദ്ഹബിന്റെ ഇമാമിങ്ങള് 10 ലക്ഷം ഹദീസ ഇമാം ഷാഫി തങ്ങൾക്ക് മനപ്പാടം, ഇമാം അബൂ ഹനീഫ തങ്ങൾക്ക് ഹനഫി മദ്ഹബിന്റെ ഇമാം, ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ ഹംബലി മദ്ഹബിന്റെ ഇമാം, ഇമാം മാലിക് ഇബ്നു അനസ് മാലിക്കി മദ്ഹബിന്റെ ഇമാം, ഇവർക്കൊക്കെ ലക്ഷക്കണക്കിന് ഹദീസുകളെ മനപ്പാടം. 7 ലക്ഷം 8 ലക്ഷം 10 ലക്ഷം ഹദീസുകൾ മനപ്പാടമുള്ള മദ്ഹബിന്റെ ഇമാമുകൾ. ഇന്ന് ലോകത്ത് ഒരാള് ഹദീസുകൾ മനപ്പാടം പഠിക്കാൻ തീരുമാനിച്ചിറങ്ങി പുറപ്പെട്ടാൽ 40,000-ന്റെയോ 50,000-ന്റെയോ ഇടയിൽ ഹദീസെ മനപ്പാടാക്കാൻ കഴിയൂ. നല്ല ബുദ്ധിയും കുശാഗ്ര ബുദ്ധിയും ഓർമ്മശക്തിയുമുള്ള ഒരു മുത്തഅല്ലിമ് ലോകത്ത് മുഴുവനും യാത്ര ചെയ്ത് സകല ഹദീസും പഠിക്കാൻ തീരുമാനിച്ചാൽ 1/2 ലക്ഷം ഹദീസ് പഠിക്കാൻ കഴിയൂല, കിട്ടല്ല. ഈ 1/2 ലക്ഷം പഠിച്ച ഹദീസ് പഠിച്ച ഖുർആനൊക്കെ പഠിച്ച സകല കിതാബും ഓതി പഠിച്ച ഈ ഒരാള് പറയുന്നത് കേൾക്കണോ, അതോ ഇമാം ഷാഫി തങ്ങൾ പറഞ്ഞത് കേൾക്കണോ, അതോ അബൂ ഹനീഫ തങ്ങൾ പറഞ്ഞത് കേൾക്കണോ? അതാ നമ്മൾ തീരുമാനിക്കേണ്ടത്. നമുക്ക് മദ്ഹബ് വേണമെന്ന് സമസ്ത പറയുന്നത് അതുകൊണ്ടാ. അവരാണ് നമ്മെക്കാളൊക്കെ ഏറ്റവും കൂടുതൽ പഠിച്ചവര്. നമ്മുടെ അഖീദ രൂപപ്പെടുത്തി വിശ്വാസപരമായി ഇമാം അബുൽ ഹസൻ അശ്അരി റളിയല്ലാഹു അൻഹു, ഇമാം മാതുരിദി റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് നമ്മുടെ കർമ്മശാസ്ത്രത്തിലും നമ്മുടെ വിശ്വാസ ശാസ്ത്രത്തിലും ഒരിക്കലും പിന്നെ നമ്മൾ പുതിയ ഗവേഷണം നടത്തേണ്ട കാര്യമല്ല. എല്ലാ ഗവേഷണവും പഠനവും നടത്തി നമ്മുടെ ഈമാൻ അല്ലാഹുവിൽ എങ്ങനെയാണ് വിശ്വസിക്കേണ്ടത്, നബിമാരിൽ എങ്ങനെയാണ് വിശ്വസിക്കേണ്ടത്, പരലോക കാര്യങ്ങൾ എങ്ങനെയാണ് വിശ്വസിക്കേണ്ടത്, നമ്മുടെ കർമ്മശാസ്ത്രത്തിൽ എങ്ങനെയാണ് വുളൂഅ്, അതിന്റെ ഓരോ മൈന്യൂട്ടായ മസ്അലകൾ. 2 ലക്ഷത്തിലധികം മസ്അലുണ്ട്. 2 റക്അത്ത് നിസ്കാരവുമായി ബന്ധപ്പെട്ട് ഷാഫി മദ്ഹബിൽ മനസ്സിലാക്കണം. 2 റക്അത്ത് നിസ്കാരവുമായി ബന്ധപ്പെട്ട് 2 ലക്ഷം മസ്അല ക്രോഡീകരിച്ചിട്ടുണ്ട് ഷാഫി മദ്ഹബിൽ. അത്ര വിപുലമായി. പിന്നെ എന്താ സംശയം ചോദിക്കാൻ? ഖുർആൻ ഗവേഷണം ചെയ്യണോ? നമ്മുടെ മഹാന്മാര് കൃത്യമായ ഒരു വഴി രൂപപ്പെടുത്തി. ഈ വഴി അതോടൊപ്പം തന്നെ ഖുർആനും പഠിക്കും, ഹദീസും പഠിക്കും, ഫിഖ്ഹും പഠിക്കും, അഖീദയും പഠിക്കും. 10, 12, 15 കൊല്ലം പള്ളി ദർസിൽ ഓതി. ഞാൻ ഒറ്റ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കണം, സമയം വൈകി പോവുകയാണ്. ബഹുമാനപ്പെട്ട വാളക്കുളം അബ്ദുൽ ബാരി ഉസ്താദ് നവ്വറല്ലാഹു മർഖദ ആ കാലഘട്ടത്തില് വെല്ലൂരിൽ പോയി ബാഖവി ബിരുദം നേടിയ ആളുകൾ വളരെ കുറവാണ്. കേരളക്കരയിൽ വളരെ കുറവാണ്. വിരലിൽ എണ്ണാവുന്ന ആളുകൾ മാത്രമേ ഉള്ളൂ. എന്ന് പറഞ്ഞ 4 or 5 ആളാണ് അന്നത്തെ കാലഘട്ടത്തില് ബാഖവി ബിരുദം നേടിയവരുള്ളത്. കാരണം സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ടും മറ്റു കഷ്ടപ്പാട് കൊണ്ടും പോകാൻ കഴിയാറില്ല. വാളക്കുളം അബ്ദുൽ ബാരി ഉസ്താദിന് വലിയ മോഹം ബാഖിയാത്തിൽ പോകാൻ, ബിരുദത്തിന് പോകാൻ, തഹ്സീലിന് പോകാൻ ഒരു മുത്തഅല്ലിമിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ കിതാബും ഓതിയിട്ടുണ്ട്. തഫ്സീറുകളൊക്കെ ഓതി. തഫ്സീറുകൾ ജലാലൈനി ഓതി, ബൈദാവി ഓതി. ഒരുപാട് തഫ്സീർ ഹദീസുകളൊക്കെ പഠിച്ചു. സ്വഹീഹ് ബുഖാരി, സ്വഹീഹ് മുസ്ലിം, സുഹാഹ് സിത്ത മുഴുവൻ ഓതി. തുഹ്ഫ മുഴുവൻ ഓതി. ഒരുപാട് ഫിഖഹിന്റെ കിതാബുകളൊക്കെ ഓതി. ബാഖിയാത്തിലേക്ക് പോകാൻ ഒരുങ്ങിയപ്പോൾ മഹാനായ അവരുടെ പിതാവ് ശൈഖ് കോയ അഹമ്മദ് കുട്ടി മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദ ഖാദിരിയ തരീഖത്തിന്റെ ശൈഖാണ്, വലിയ കറാമത്തിന്റെ ഉടമയാ. മഹാനവറുകൾ പറഞ്ഞു, മോനെ വെല്ലൂരിലേക്ക് പോകാൻ ഞാൻ സമ്മതം തരാം, പക്ഷേ നീ പൊന്നാനി മഹാനായ മഖ്ദൂം ചെറിയ ബാവ മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദ പൊന്നാനി വലിയ ജുമാഅത്ത് പള്ളിയിൽ പോയിട്ട് നീ ഇർഷാദുൽ യാഫിഈ ഓതണം.
സത്യത്തില് ഇർഷാദുൽ യാഫി ഒക്കെ ദർസ് നടത്താൻ യോഗ്യതയുള്ള എല്ലാ നഹ്വും സറഫും എല്ലാ കിതാബും മഅഖൂലാത്തും ഒക്കെ പഠിച്ച് വളരെ ഈസിയായി ഇർഷാദുൽ യാഫി ആരുടെ മുന്നിലും ഓതിക്കൊടുക്കാൻ ദർസ് നടത്താൻ യോഗ്യതയുള്ള മഹാപണ്ഡിതനായി മാറിയിട്ടുണ്ട് ആര്? വാളക്കൽ അബ്ദുൽ ബാരി ഉസ്താദ്. ആ ഉസ്താദിനോടാ പറയുന്നത്, മോനെ നീ പോയി ഇർഷാദുൽ യാഫി ഓതണം. ആരുടെ മുന്നിൽ? പൊന്നാനി ചെറിയ വാ മുസ്ലിയാർ മഖ്ദൂമിയുടെ മുന്നിൽ പോയിട്ട്. അത് കഴിഞ്ഞിട്ട് നീ വെല്ലൂരിലേക്ക് പോയാ മതി. പൊന്നാനിയിൽ നീ ഇർഷാദുൽ യാഫി ഓതുന്ന കാലം എത്ര മാസമാണ് അതിനെടുക്കുന്നത്? ഓരോ മാസത്തിന് 5 റുപ്യ ഞാൻ എന്റെ വക നിനക്ക് തരും. അന്നത്തെ 5 റുപ്യ വലിയ 5 റുപ്യാണ്. പൊന്നാനിയിലേക്ക് പറഞ്ഞയക്കാണ്. എന്താ ഇർഷാദുൽ യാഫിയിലുള്ളത്? കുറച്ചൊക്കെ നഹ്വും സർവ അൽഫിയും ഒക്കെ ഓതിയാൽ തന്നെ ഇർഷാദുൽ യാഫി ദർസ് നടത്താൻ നമുക്കും കഴിയും. പക്ഷേ വലിയ ഒരു മഹാപണ്ഡിതൻ മറ്റൊരു വലിയ ആലിമിന്റെ മുന്നിൽ പോയി ഇർഷാദുൽ യാഫി ഓതർന്ന് പറയാൻ കാരണം ഇർഷാദുൽ യാഫിയിലുള്ളത് എന്താ? അത് ആത്മീയതയാണ്, തസവൂഫാണ്. ഔലിയാക്കളെ കുറിച്ചാ പറയുന്നത്. അവർ പഠിപ്പിച്ച ദിക്റുകൾ, തസ്ബീഹുകൾ, അവർ പഠിപ്പിച്ച സ്വലാത്തുകൾ, അതിന്റെ മഹത്വങ്ങൾ, ഖുർആനിലെ ആയത്തുകൾ, സൂറത്തുകൾ, അതിന്റെ പോരിശകൾ, അതിന്റെ മഹത്വങ്ങൾ, നിത്യ ജീവിതത്തിൽ പതിവാക്കാനുള്ള ദിക്റുകള്, തസ്ബീഹുകൾ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞ ചൊല്ലിപ്പറയാനും അതിനുള്ള ദിക്റുകളും വിറുതുകളും അതിന്റെ ഇജാസത്ത് വാങ്ങാനും ഔലിയാക്കളുടെ തസവുഫിന്റെ വഴി, ആ വഴിയിൽ തന്റെ മകനെ ഊട്ടി ഉറപ്പിച്ചിട്ട് വേണം വെല്ലൂരിലേക്ക് പറഞ്ഞേക്കാൻ. ഇതാണ് സമസ്തയുടെ വഴി. ഖുർആനും ഹദീസും തസവുഫും അഖീദയും എല്ലാ ഇൽമും പഠിച്ച വർഷങ്ങളോളം പഠിച്ച ഇൽമിന്റെ ബഹറുകളായ മഹാപണ്ഡിതന്മാർ അവർ ആത്മീയമായി ജീവിച്ചു. അതുകൊണ്ട് അവർക്കൊക്കെ നല്ല രൂപത്തിൽ മരണപ്പെട്ടു പോകാൻ കഴിഞ്ഞു. അതിനാണ് നമ്മൾ സുന്നത്ത് ജമാഅത്തിന്റെ വഴിയിൽ നിലയുറപ്പിച്ച് മുന്നോട്ട് പോകേണ്ടത്. ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട മഹാന്മാരായ ഉലമാ സ്വാലിഹീങ്ങൾ അവരൊക്കെ ഈ ലോകത്തോട് യാത്ര പറഞ്ഞു പോയതുപോലെ നമുക്കും മരിച്ചു പോകണം. അത് മാത്രമാണ് സമസ്ത കൊണ്ട് നമുക്ക് നേട്ടം നേടിയെടുക്കാനുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ സമസ്തക്കാരായത്. അതിനാണ് ഇൻഷാ അല്ലാഹ് കാസർകോട്ടേക്ക് നമ്മൾ പോകുന്നത്. അതിനാണ് ലക്ഷക്കണക്കിന് ആളുകൾ അവിടെ ഒരുമിച്ച് കൂടുന്നത്. അവിടെയും ഈ ജനലക്ഷങ്ങൾ ഇൻഷാ അല്ലാഹ് 33,313 ആളുകളുടെ ക്യാമ്പ് നടക്കുമ്പോ അവിടെ ഹദ്ദാദ് ചൊല്ലും, അവിടെ യാസീനുകൾ ഓതും, അവിടെ മൗലിദ് ഓതും, അവിടെ മദ്ഹ് പാടും, അവിടെ ഖത്മുൽ ഖുർആൻ നടക്കും, അവിടെ തഹജ്ജുദ് നിസ്കരിക്കും. ഈ അമലുകളൊക്കെ ശക്തമായ ഒരു പ്രാക്ടിക്കലായി അവിടെ നടക്കും. അതിനാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഞാൻ ഇന്നലെ വാട്സപ്പിലെ ഒരു കൂട്ടരുടെ വിമർശനം കണ്ടു. നമ്മുടെ മക്കളൊക്കെ ലിബറലിസത്തിലേക്ക് പോവുകയാണ്, യുക്തിവാദത്തിലേക്ക് പോവുകയാണ്, മതം വിട്ടു പോവുകയാണ്. അപ്പോഴാണ് അതേപോലെ കള്ളുകുടിയന്മാരും മയക്കുമരുന്നിന്റെ ആളുകളൊക്കെ ആയിട്ട് പോവുകയാണ്. അപ്പോഴാണ് നിങ്ങൾ ഇപ്പോഴും തറാവീന്റെ റകഅത്തിന്റെ എണ്ണം, ഖുത്ബയുടെ ഭാഷ, ആദർശം പറഞ്ഞ് നടക്കുക. ലോകം തിരിയാത്ത സമസ്തക്കാരെ കോടികൾ ചെലവഴിച്ചിട്ട് ഇപ്പൊ തറാവീന്റെ റകഅത്തിന്റെ എണ്ണം ശരിയാക്കല പങ്ങളെ ബേജാറ്. ഇവിടെ നമ്മുടെ മക്കൾ മതം വിട്ടുപോകുക, മയക്കുമരുന്നിന് അടിമകളാവുക. ഇങ്ങനെയൊക്കെ ചില പൊട്ടീസ് കാണിച്ച് സമസ്തയുടെ സമ്മേളനത്തെ ചെറുതാക്കി കാണിക്കാമെന്ന് ആരും കരുതണ്ട. ഞങ്ങളൊരു കാര്യം പറയട്ടെ, 10,313 ദാഴികൾ, 313 അവരുടെ ലീഡർമാരാണ്. 10,000 ദാഴിമാരും അവരുടെ ലീഡർമാരായ 313 ആളുകളും. ആ ദാഴിമാരെ ഈ ഉമ്മത്തിലേക്ക് പരിശീലിപ്പിച്ച് അയക്കാൻ പോകുന്നത് നിങ്ങളെക്കാൾ അകക്കണ്ണുകൊണ്ട് ദീർഘദൃഷ്ടി കൊണ്ട് സമസ്ത ഇത് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇവിടെ നടക്കുന്ന മയക്കുമരുന്നും മധുരാക്ഷിയും നമ്മുടെ മക്കൾ മതം വിട്ടുപോകുന്നതും ലിബറലിസത്തിലേക്ക് പോകുന്നതും യുക്തിവാദത്തിലേക്ക് പോകുന്നതും അതൊക്കെ സമസ്തക്കറിയാം. ആ മക്കളെ നേരായ വഴിയിലേക്ക് കൊണ്ടുവരാൻ കേവലം പ്രഭാഷണങ്ങളെ കൊണ്ട് മാത്രം, സമ്മേളനങ്ങളെ കൊണ്ട് മാത്രം, മദ്രസ പഠനം കൊണ്ട് മാത്രം കഴിയില്ല. പുതിയ കാലഘട്ടത്തില് ഈ സമൂഹത്തെ, സമുദായത്തെ നേരായ മാർഗത്തിലേക്ക് പരിശീലിപ്പിച്ചെടുത്ത 10,313 ദായിമാരെ പറഞ്ഞു വിടുന്നത്, സമസ്ത പരിശീലനം നടത്തുന്നത്, ഇനി സമ്മേളനം കഴിഞ്ഞാലും അവരെ ഈ ഉമ്മത്തിന് വേണ്ടി സമർപ്പിക്കുന്നത്, ഇതൊക്കെ നിങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കുന്നതിനേക്കാൾ മുൻകൂട്ടി സമസ്തയുടെ മുശാവറ മനസ്സിലാക്കി തീരുമാനിച്ചതാണ്.
സമസ്തയെ നിങ്ങൾ ആരും പഠിപ്പിക്കണ്ട. അതൊരു വെല്ലുവിളിയല്ല. ഇത് നിഷ്കളങ്കരായ ഉസ്താദുമാരാ. എല്ലാ ലോകവും സമസ്തക്ക് തിരിയും. വരാൻ പോകുന്ന കാലം എന്താണെന്ന് സമസ്തക്കറിയാം. അതിനനുസരിച്ച സമസ്തയുടെ പ്രവർത്തനങ്ങൾ ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് ഈ പ്രസ്ഥാനത്തിന്റെ നായകന്മാരെ ഉമ്മത്ത് ഏറ്റെടുത്തു എന്ന് ബോധ്യപ്പെട്ട് അതിന്റെ സായുജ്യത്തിലാണ് നമ്മൾ ഈ ബെല്ലാറയിലെ സമ്മേളനം നടത്തുന്നത്. കന്യാകുമാരിയിൽ നിന്ന് സയ്യിദുൽ ഉലമ പുറപ്പെട്ടപ്പോ പല ആളുകളും കളിയാക്കി, പല ആളുകളും കൊച്ചാക്കി, പല ആളുകളും ചെറുതാക്കി. പക്ഷേ 18 കേന്ദ്രങ്ങൾ പിന്നിട്ട് 19ാമത്തെ കേന്ദ്രമായി മംഗലാപുരത്ത് ഒരു മഹാസമ്മേളനത്തോടുകൂടെ അത് സമാപിച്ചപ്പോ കാണേണ്ടവരൊക്കെ കണ്ടു, കേൾക്കേണ്ടവരൊക്കെ കേട്ടു, കണ്ണു തുറക്കേണ്ടവരൊക്കെ കണ്ണു തുറന്നു, മനസ്സ് തുറക്കേണ്ടവരൊക്കെ മനസ്സ് തുറന്നു. ഇനിയും അസൂയമൂത്ത് കുത്തിത്തിരിപ്പുമായി സമസ്തക്കെതിരെ വന്നാൽ ഞങ്ങൾ വെല്ലുവിളിയൊന്നും നടത്തുന്നില്ല. ഇൻഷാ അല്ലാഹ് നിങ്ങളെ സ്നേഹത്തോടെ പ്രതികൂലികളെയും എതിർക്കുന്നവരെയും സംശയാലുക്കളെയും ഒരു മഹാത്ഭുതം കാണാൻ കുടിയയിലേക്ക് ക്ഷണിക്കാനാണ് ഈ സമ്മേളനവും നടത്തുന്നത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് പ്രൗഢോജ്വല വാഗ്മി പ്രിയപ്പെട്ട മുജീബ് റഹ്മാൻ അൻസരി നല്ലൊരു പ്രഭാഷണം ഇൻഷാ അല്ലാഹ് നമ്മുടെ മുന്നിൽ കാഴ്ചവെക്കും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ബഹുമാനപ്പെട്ടവർക്ക് ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും നൽകട്ടെ. ബഹ്റൈനിൽ സയ്യിദുൽ ഉലമയുടെ കൂടെ പോയപ്പോ പല കാര്യങ്ങളും പറഞ്ഞ കൂട്ടത്തില് സയ്യിദുൽ ഉലമ ചോദിച്ചു, ഇപ്പോ നല്ലൊരു പ്രഭാഷകൻ ഉണ്ടല്ലോ, നീലഗിരി ഭാഗത്തുള്ള ഒരു നല്ലൊരു പ്രഭാഷകൻ, മനോഹരമായി പ്രഭാഷണം നടത്തുന്ന ഒരാള് എന്ന് പറഞ്ഞ്. അപ്പൊ ഞാൻ പറഞ്ഞു മുജീബ് റഹ്മാൻ അൻസരി എന്നാണ് പേര്, നല്ലൊരു പ്രഭാഷകനാണ്. അപ്പൊ തങ്ങൾ ഉസ്താദും സോഷ്യൽ മീഡിയയിലൊക്കെ അതിന്റെ ചില ഭാഗങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്, ആർക്ക് കേൾപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവർക്കൊക്കെ വേണ്ടി ദുആ ചെയ്തു. ഞങ്ങൾക്കൊക്കെ വേണ്ടി സയ്യിദുൽ ഉലമയെ പോലെ മഹാന്മാരായ ഉസ്താദുമാരുടെ ദുആ, അവരൊക്കെ ആശീർവദിച്ച, അവരൊക്കെ ദുആ ചെയ്ത അങ്ങനെയുള്ള പ്രഭാഷകന്മാർ. ഒരു കാര്യം കൂടെ ഇപ്പൊ ബോധ്യപ്പെട്ടു, തങ്ങൾ ഉസ്താദിന്റെ യാത്രയിലും ഈ സമ്മേളന പ്രചരണങ്ങളിലുമൊക്കെ ഒരുപാട് പുതിയ പ്രഭാഷകന്മാർ സമസ്ത പറയാൻ, സുന്നത്ത് ജമാഅത്ത് പറയാൻ, ഈ പ്രസ്ഥാനത്തിന് വേണ്ടി സമർപ്പിച്ചവർ നമ്മുടെ മുന്നിലുണ്ട്. ആ കൂട്ടത്തിൽ ഒരാളാണ് പ്രിയപ്പെട്ട സുഹൃത്ത് മുജീബ് റഹ്മാൻ അൻസരിയുടെ മനോഹരമായ പ്രഭാഷണത്തോടുകൂടെ ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ പരിപാടി ഭംഗിയായി അവസാനിപ്പിക്കണം. വളരെ ദിവസങ്ങളായി കഷ്ടപ്പെട്ട് അധ്വാനിച്ച ഇതിന്റെ സംഘാടകർ, സാമ്പത്തികമായി സഹായിച്ചവർ, പങ്കെടുക്കുന്ന നമുക്കെല്ലാവർക്കും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.